ബനിഷേട്ടാ, നാമെല്ലാം നിരന്തരം ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഉപയോഗം ഇതൊരു അസുഖമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാഴ്ചശക്തിയും നഷ്ടപ്പെടാനുള്ള കാരണമായി മാറുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്ത് നമുക്ക് ഫോൺ മാറ്റി നിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് നിലവിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ ശ്രീത്തിന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ജോലി കഴിയുമ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ചാൽ പോലെ. അങ്ങനെ എന്തായാലും ഇതെന്താണ്, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? അതായത് ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ പറയുന്ന പേര് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഫോൺ നിത്യജീവിതത്തിൽ വലിയൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ സിഗരറ്റ് വലി പോലെ, മദ്യപാനം പോലെ, മറ്റ് ലഹരികൾ പോലെ ഫോണും നമ്മൾ ഒരു ലഹരി പോലെയാണ് ഇപ്പോൾ കൊണ്ടു കിടക്കുന്നത്. ഫോണ് ഒരു നിമിഷം പോലും കയ്യിലില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നാറില്ല. ശ്രീധി തോന്നാറുണ്ടോ? ഉറപ്പായിട്ടും ഇല്ലേ? കാരണം ഫോണിനകത്താണ് നമ്മുടെ ലോകം. അതിന് പുറത്തും ചില ലോകങ്ങളൊക്കെ ഉണ്ട്. ആ ഫോണിനകത്ത് ഇപ്പോൾ ശ്രീത്ത് രാവിലെ എഴുന്നേറ്റ് ഓഫീസിലോട്ട് വരികയാണ്. പെട്ടെന്ന് ഓഫീസിലെത്തിയപ്പോഴാണ് ശ്രീത്തിന് മനസ്സിലാവുന്നത് ഫോൺ എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ശ്രീത്തിന് എന്ത് തോന്നുന്നു? അന്നത്തെ ദിവസം പോയെന്ന് തോന്നുന്നു. പണ്ട് നമുക്കിങ്ങനെ തോന്നിയിരുന്നത് മനുഷ്യരോടായിരുന്നു, ഇല്ലേ? അതായത് ശ്രീത്തിന്റെ സ്കൂളിലോട്ട് വരുമ്പോൾ ശ്രീത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ശ്രീത്തിന് എന്ത് പറ്റും? ഒരു വിഷമം വരും, ഇല്ലേ? അത് ജെന്യുവനായിട്ടുള്ള വിഷമമാണ്. ഇത് ജസ്റ്റ് ഫോണിനോടുള്ള സ്നേഹമല്ല. മനസ്സിലായി? ഇത് ഫോൺ നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നത് കൊണ്ട് തോന്നുന്നതാണ്. അതായത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഫോണിൽ പോൺ കാണുമ്പോൾ, പിന്നെ മറ്റു ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് പക്ഷേ ബൈപ്പാസാണ് എന്ന് പറഞ്ഞാൽ കുറുക്ക് വഴിയാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ. മനുഷ്യൻ കുറുക്ക് വഴികൾ തേടിപ്പോകാനായിട്ട് എപ്പോഴും, മനസ്സിലായില്ലേ? ഹൗ ടു മേക്ക് ചിക്കൻ കറി വിത്തൗട്ട് ചിക്കൻ എന്നൊക്കെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡോപ്പമിൻ പണ്ടുള്ള ആൾക്കാർ അവർ കണ്ടെത്തിയിരുന്നത് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് സൂര്യപ്രകാശം കൊള്ളുമ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നെ ഒന്ന് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നെ ജെന്യുവിനായിട്ടുള്ള സന്തോഷങ്ങൾ വരുമ്പോൾ ഇപ്പം നമുക്കൊരു ടാസ്ക് കിട്ടി. ആ ടാസ്ക് നമ്മൾ പൂർവാധികം ഭംഗിയായിട്ട് നമ്മൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരും, ഇല്ലേ? അപ്പോൾ ഉണ്ടാകും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എങ്ങനെയാണ്? അതായത് ശ്രീത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു. ആ റീല് കണ്ടിട്ട് ശ്രീത്ത് ഒരു പെൺകുട്ടി നഗ്നമായിട്ട് അല്ലെങ്കിൽ തുണി അർദ്ധനഗ്നയായിട്ട് ഡാൻസ് കളിക്കുന്ന റീലാണ് ശ്രീത്ത് കാണുന്നത്. ശ്രീത്തിന് അത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ? കൊള്ളാമല്ലോ. എന്നിട്ട് ശ്രീത്ത് നേരെ കമൻറ്റ് ബോക്സിലോട്ട് പോയി. എല്ലാവരും അവളെ തെറി വിളിക്കുന്നു. അപ്പോൾ ശ്രീത്തിന് മനസ്സിലൊരു ആനന്ദം. ഞാൻ ശ്രീത്തിനെ ഉദ്ദേശിച്ചല്ല, ശ്രീത്ത് എന്ന് പറയുന്ന സമൂഹമാണ്. ആ ഒരു ആനന്ദം, അങ്ങനെ ഒരു ആനന്ദം വരും. 10 തെറി കിട്ടുന്നുണ്ട്. ആ തെറികൾ നമ്മൾ ഓരോന്നായിട്ട് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം വരും. ഈ സമൂഹത്തിലുള്ള ആൾക്കാരുടെ മനസ്സിൽ, മനസ്സിലായില്ലേ? ഈ തെറി വിളിക്കുന്നവന്മാർ ധൈര്യപൂർവ്വം മുമ്പിൽ വന്ന് വിളിക്കുന്നുണ്ട്. ഈ 100K വ്യൂസ് ഉള്ളതിന് 290 കമൻറ്റേ കാണും. അത് മൊത്തം വായിച്ച് ബാക്കി ഈ വായിക്കുന്നവന്മാർ മുഴുവൻ എന്താണ്, ഇൻട്രോവേർട്ടഡ് ഡോപ്പമിൻ തലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വായിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഒപ്പീനിയൻ ഉണ്ട് ഈ വീഡിയോയെക്കുറിച്ച്, അല്ല ഈ വീഡിയോയെക്കുറിച്ച്. ആ കമൻറ്റുകൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് എടി ഡാഷ് മോളെ നിൻ്റെ മറ്റേതല്ലേ മറിച്ചതല്ലേ, ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യം, ഒരു ലൈക്ക് കൊടുത്തേക്കുക, സന്തോഷമായി. അങ്ങനെ ഇപ്പോൾ വരുന്ന പഠനങ്ങളനുസരിച്ച്, ഞാനിത് ജനറലി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന പഠനങ്ങളനുസരിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സിൻഡ്രോം വന്നേക്കാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈർപ്പം, നമ്മുടെ കണ്ണുകളിലുള്ള ഈർപ്പം നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് കണ്ണിന് ചുറ്റും വേദന വരും. മൂന്നാമത് കാഴ്ച മങ്ങിത്തുടങ്ങും. നാലാമത് നമുക്ക് തലവേദന വരും. ഇതിൽ എന്തെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമാണ് എന്നുള്ളത്. അതായത് നമ്മൾ ഇമജിമ്മാതെ ദീർഘനേരം സ്ക്രീനിൽ നോക്കുമ്പോൾ കണ്ണിലെ ജലാശയം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ആക്കിക്കൊള്ളണം, മനസ്സിലല്ലേ? അങ്ങനെ ആക്കാതെ തന്നെ ഇങ്ങനെ കണ്ണു പിടിച്ച് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണിലെ നീരുറവ പറ്റിപ്പോവും, മനസ്സിലായി? യഥാർത്ഥത്തിൽ ഈ കൺപോളയുടെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്താണെന്നറിയാമോ? പൊടിയടിക്കാതിരിക്കുക എന്നുള്ളതൊന്നും ഓക്കെ, അത്
യഥാർത്ഥത്തിൽ പൊടിയടിക്കാതിരിക്കാനുള്ളത് ഈ ഐ ലിഡാണ് എന്ന് പറയുന്നത് കണ്ണിൻ്റെ പീലിയാണ്, മനസ്സിലായില്ലേ? ഈ കൺപോളയുടെ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ അടയുമ്പോൾ ഒരു ജലാംശം നമ്മുടെ കണ്ണ് നനയുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഈ കണ്ണിൽ ഇങ്ങനെ അടയുമ്പോൾ കണ്ണ് നനയുന്നു, തുറക്കുന്നു. ഈ കണ്ണിൽ ഈ ഈ ജലാംശം വരാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർക്ക് കണ്ണടയ്ക്കാനോ തുറക്കാനോ പറ്റില്ല. അവർക്ക് കണ്ണിങ്ങനെ ഉരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡ് വരുന്നില്ല. അവർക്ക് ഒരു മരുന്നുണ്ട്, അവർ ആജീവനാന്തം ആ മരുന്ന് കയ്യിൽ കൊണ്ട് നടക്കണം. കൈ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് അവർ ഇത്ര മിനിറ്റ് ഇടവിട്ട്, മിനിറ്റാണ് ഞാൻ പറയുന്നത്, മണിക്കൂറല്ല. അതായത് അത് കൈ കൊണ്ട്, ഞാനിപ്പോൾ എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ആ മരുന്ന് ഇവിടെ വെച്ചിരിക്കും. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് തുറക്കണം, കണ്ണിൽ ഇങ്ങനെ ഇറ്റിക്കണം, വീണ്ടും സംസാരിക്കണം, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ തുറക്കണം, കണ്ണിൽ ഇറ്റിക്കണം, വീണ്ടും സംസാരിക്കണം. എത്ര ഭയാനകരമായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി, ഇല്ലേ? അങ്ങനെ വീണ്ടും തുറക്കണം, ഇറ്റിക്കണം, ഞാൻ വീണ്ടും ശ്രീത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതായത് എൻ്റെ കണ്ണടയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഈർപ്പമില്ല, ജലാംശമില്ല. അതുകൊണ്ട് അങ്ങനത്തെ വിഷയം. ഇപ്പം നിങ്ങൾ ഈ ജലാംശം നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്തോ ഇതാണോ വലിയ കാര്യം? കണ്ണൊന്ന്, നമ്മൾ ഈ പഴയ ആൾക്കാരൊക്കെ പറയില്ലേ, ഒന്നും പോയി ഒന്ന് മുഖം കഴിവട, കണ്ണിൽ നല്ലപോലെ വെള്ളം അടിച്ചു വെച്ചൊക്കെ കഴിവും എന്ന് പറയുമല്ലോ. അങ്ങനെയല്ല, അത് വളരെ തെറ്റായിട്ടുള്ളൊരു ഇതാണ്. നമ്മുടെ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്ന് പറയുന്ന കാര്യം അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം അവിടെ അതിഭീകരമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് ചുറ്റും വേദന വരിക. ഈ ചെറിയ കാര്യമല്ല ഇത് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ ഇപ്പം ഞാൻ ഈ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർ കരയുമ്പോൾ ഇപ്പം അമ്മമാർ കരയാതിരിക്കാൻ, അത് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോണല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിപ്പിക്കാൻ, കരയുമ്പോൾ, ഉറങ്ങാൻ നേരം എല്ലാം അവരുടെ കയ്യിൽ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്തൊരു തലമുറയാണ് വാർത്തെടുത്തുകൊണ്ട് വരുന്നത്. ജനറ്റിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവും, മനസ്സിലല്ലേ? ഇവർ ഫോണിലൂടെയാണ് വളർന്നു വരുന്നത്. അടുത്ത തലമുറ നമുക്ക് വേണ്ടേ? കോവിഡ് കാലത്തിന് ശേഷം ഇത് കോവിഡ് കാലത്തിന് ശേഷമാണ് ഇത് ഏറ്റവും കൂടുതലായത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ കണ്ണിൻ്റെ അടുത്ത് ചേർത്ത് പിടിക്കുന്ന ശീലം ഒഴിവാക്കണം. കാമുകന്മാരോടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായേ? ശ്രീത്ത് ഒരു കാമുകനാണെങ്കിൽ ശ്രീത്തിനും ഈ നിർദ്ദേശം എടുക്കാം. രാത്രിയാകുമ്പോൾ തലവഴി മൂടിയിട്ട് ഈ മൊബൈൽ ഇങ്ങനെ അടുത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് പാടില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അറ്റ്ലീസ്റ്റ് ഇത് വരാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രിക്കോഷൻ പ്ലീസ് നീക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. കണ്ണിൽ നിന്ന് പരമാവധി 2 അടി അകലമെങ്കിലും പാലിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ റൂമിൽ എത്ര വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിനനുസരിച്ച് ഫോണിലെ ബ്രൈറ്റ്നെസ് ക്രമീകരിക്കുക. ഫോണിൽ ഓട്ടോ ബ്രൈറ്റ്നെസ് കൊടുക്കുക എന്നുള്ളതാണ് കവി ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും രാത്രി നമ്മൾ ലൈറ്റ് അണച്ചിട്ടാണല്ലോ ഫോൺ. ഞാൻ ഉപയോഗിക്കുന്ന എങ്ങനെ, ഞാനും ഉപയോഗിക്കുന്ന ആളാണ്. ഞാനും ഇതിൽ നിന്ന് വ്യത്യസ്തനൊന്നുമല്ല. ഞാനെന്തോ വലിയ സംഭവം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഉപയോഗിക്കുന്നത് തന്നെയാണ്. എനിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്താണ്, ഒരാളിത് അനുഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് മറ്റുള്ളവർക്ക് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. മോനെ ഇങ്ങനെ വന്നാൽ എനിക്ക് വന്നതാണ്, നീ പെട്ടുപോകും എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? ലൈറ്റ് മുഴുവൻ ഓഫാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് പൂർണ്ണമായിട്ടും ഒന്ന് കട്ട് ചെയ്യും, മനസ്സിലായല്ലേ? പൂർണ്ണമായിട്ടും ബ്രൈറ്റ്നെസ് കട്ട് ചെയ്യും. ഒരു കുറച്ച് പോലും ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടിയിടാറില്ല, പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തെടുക്കും. അപ്പം ഫോണ് സ്വാഭാവികമായിട്ട്, പിന്നെ ഫോൺ എപ്പോഴും ഞാൻ ഡാർക്ക് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഡാർക്ക് മോഡ് എൻ്റെ ഫോൺ കണ്ടാൽ ഈ സൈറ്റുകൾ എടുക്കുമ്പോൾ മാത്രമേ ഫോണിൽ ഈ വെള്ള കളർ വരികയുള്ളൂ. അല്ലാത്തപ്പം എല്ലാം ഡാർക്ക് കളറുണ്ട്, ഡാർക്കാണ്. അതുകൊണ്ട് ഫോണിലോട്ട് നോക്കുമ്പോൾ പിന്നെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. 7 മണി വൈകുന്നേരം 6 മണി ഇരുട്ടി കഴിഞ്ഞ് രാവിലെ 7 മണി സൂര്യൻ ഉദിക്കും വരെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിൽ പറയുന്നത്, കണ്ണിൻ്റെ അതേ നിരപ്പിൽ തന്നെ നമ്മൾ ഫോൺ വയ്ക്കണം. അല്ലാതെ ഇങ്ങനെ, മനസ്സിലായി, ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ വയ്ക്കരുത്. നമ്മൾ കൃത്യമായിട്ട് അകലം പാലിച്ച് ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൃത്യ അകലത്തിൽ ഫോൺ ഉപയോഗിക്കുക. അടുത്തുള്ളത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ആവശ്യമുള്ള സമയത്ത് മാത്രം മൊബൈൽ എടുത്താൽ മതി, മനസ്സിലായില്ലേ? മൊബൈൽ അവിടെ ഇരുന്നോട്ടെ. അത് ബെല്ലടിക്കുമ്പോൾ കേൾക്കാൻ ചെവി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഈ ചെവിക്കകത്ത് കുത്തി വെച്ച് കേൾക്കുന്ന ഇയർഫോൺ ഉണ്ടല്ലോ, ചെവി അടിച്ച് പോകും. അത് രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ആവശ്യമില്ലാത്ത ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളങ്ങ് സൈലൻ്റ് ആക്കിയിട്ടോ. ഇതൊക്കെ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തോന്നൽ, അവളാണോ അവനാണോ അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നു. എനിക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം ധനുഷ്, ആർ യു ഹംഗ്രി, ഡു യു വാണ്ട് എ പിസ്സ, സ്വിഗ്ഗിന്ന് വരുന്നതാണ് കൂടുതൽ നോട്ടിഫിക്കേഷൻ, മനസ്സിലല്ലേ?
പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഫോണിലെ നെറ്റ് എപ്പോഴും ഓണാക്കി ഇടാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കി ഇടാതിരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോണ് നിങ്ങൾ ഒരു ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും ഓഫ് ചെയ്തിട്ട് പോകും. മനസ്സിലായോ? ഒരു അരമണിക്കൂറെങ്കിലും പോട്ടെ, ഒരു 5 മിനിറ്റ് അങ്ങനെയാണ് യാത്ര പോകണം, ഫോൺ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഇട്ട് നോക്ക്. അത് വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ ഏറ്റവും വലിയ വില്ലൻ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ആൾക്കാർ ഉറങ്ങി കണ്ണ് തുറന്ന ഉടനെ തപ്പുന്നത് ഫോണാണ്. എന്നിട്ട് ഫോണിൽ നോക്കിയാൽ അവർക്ക് രാവിലെ എണീച്ച് കക്കൂസി പോയ സുഖമാണ് ഫോണിൽ നോക്കിയാൽ. മനസ്സിലായല്ലേ? ഫോൺ എന്ത് ചെയ്യാം? രാത്രി ഡു നോട്ട് ഡിസ്റ്റർബിൽ ഇടുക. വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ നിലവിലത്തെ സ്റ്റാറ്റസ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. ഉറങ്ങുകയാണ്. മനസ്സിലായല്ലേ? അത് ഞാൻ ഈ സാധനമൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതെ സ്റ്റാറ്റസിൽ കൊണ്ടുപോയിട്ട് ഐ ലവ് യു മീനു അല്ലാതെ വെച്ച് അതിൽ ചുമ്മാതല്ല ഇന്നേ മീറ്റിംഗ് ഡോൺ കോൾ എന്നൊക്കെ വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലേ? വെറുതെ ഇത് പിള്ളേർക്ക് കുത്തിക്കളിക്കാൻ വെച്ചിരിക്കുന്ന സാധനമല്ല. അങ്ങനെ ചെയ്യുക. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ പാശ്ചാത്യ രാജ്യത്ത് ഒരാളെ വിളിക്കാനായിട്ട് ഒരുത്തം ഫോൺ എടുക്കുമ്പോൾ എന്താണ് ആദ്യം നോക്കുന്നത്? വാട്സപ്പ് നേരെ നോക്കും. വാട്സപ്പിൽ നോക്കുമ്പോൾ എന്താണ്? അർജൻറ്റ് കോൾസ് ഉള്ളി ഒരു വാട്സപ്പിൽ മാൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടും. ഇവിടെ അങ്ങനെയല്ല. നേരെ എബൌട്ടിലെടുത്ത് നോക്കുമ്പോൾ എന്താ കാണുന്നത്? എബൌട്ടിലെടുത്ത് നോക്കുമ്പോൾ സ്വാമിയെ ശരണം അയ്യപ്പ, അല്ലാഹു അക്ബർ, മറ്റേ യേശു ക്രിസ്തുവിൻ്റെ നാഥൻ, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരാണെങ്കിൽ KGF, കുരിശ്, ഇതൊക്കെയാണ് കാണുന്നത്. എന്നിട്ട് അവൻ വിളിക്കുമ്പം അവൻ മീറ്റിങ്ങിലാണെങ്കിൽ അവൻ കട്ട് ചെയ്ത് കളയും. അവൻ 10 വട്ടം അങ്ങോട്ട് വിളിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇപ്പം ഈ ലോകത്ത് ശാരീരികമായിട്ടുള്ള അച്ചടക്കം, മാനസികമായിട്ടുള്ള അച്ചടക്കം, സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം, 3 അച്ചടക്കങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സെൽഫോൺ അച്ചടക്കം എന്ന് പറഞ്ഞൊരു അച്ചടക്കം കൂടെ അത്യന്താപേക്ഷിതമായിട്ട് വരണം. ഇല്ലെങ്കിൽ പുതിയ അസുഖങ്ങൾ വീണ്ടും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.